കാലിൻ്റെ മുട്ട് മടങ്ങാതെ നമുക്ക് നിൽക്കാന്നാണെങ്കിൽ ഫുൾ ലോഡ് നമുക്കിതിൽ നിൽക്കാം. നമുക്ക് ഈ കയ്യിലുള്ള കയറിനൊന്ന് ഫ്രീ കൊടുത്താൽ ഒന്ന് ഇറങ്ങി വരും. അടുത്ത പോട്ടെ പോട്ടെ പോട്ടെ. ഏയ് കാല് ഒന്ന് പഞ്ച് ചെയ്ത് കയറിക്കോ. അയ്യോ കാല് സ്റ്റഡി ആയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ലിപ്പായി പോകത്തില്ല. കാണാത്ത രീതിയിലുള്ള കൺസെപ്റ്റുമായിട്ട് വന്നു. അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വളരെ നല്ല മികച്ച രീതിയിൽ ഇവിടെ വന്ന് അവതരിപ്പിച്ചു. ഇതിനെ നമുക്ക് പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കമ്പുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ ഒരു അല്പായ്വ. ഇല്ല മക്കളെ, ഇതെന്തി നോക്കിക്കണേ, ഇതെന്താ സംഭവം? ഇത് തൃശ്ശൂർ ബിയൂർ ഫയർ സ്റ്റേഷൻ അക്കാദമിയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? നമ്മളാണ് മെയിൻ. നിങ്ങൾ മരം വെട്ടുകാരല്ലേ? ഫയർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇറങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് നമ്മുടെ സ്പൈക്കും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു പൊളി അങ്ങോട്ട് പൊളിക്കാൻ പോകും. അതന്നെ പരിപാടി. മരമുറി ഒരു ചെറിയ കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? വന്നൊന്ന് നമ്മതാ ഇപ്പൊ ഇവിടെ എത്തി. എവിടെ? തൃശ്ശൂര് വിയൂര് അക്കാദമിയില്. അത് കുറച്ചൊക്കെ പിള്ളേര് നമ്മള് പറയണതും കൂടി കേൾക്കട്ടെ. അതായത് മരത്തിൽ എങ്ങനെ സുരക്ഷിതമായിട്ട് കയറാം എന്നുള്ളതിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എത്തിപ്പെട്ടേക്കുന്നത്. സ്പൈക്ക് ഉപയോഗിച്ചിട്ട്, അതും സ്പൈക്കും നമ്മളുടെ സേഫ്റ്റി ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കിട്ടിയ കാര്യങ്ങൾ ഭാവിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ പോകുന്നുണ്ടെങ്കിൽ അതിലും വലിയ വിജയം നമുക്ക് കഴിഞ്ഞു അല്ലേ? സെറ്റാക്കല്ലേ? ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് മുസ്തഫ. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കയ്പമംഗലം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് മരം കയറ്റം തന്നെയാണ്. നിങ്ങൾക്കറിയായിരിക്കും, ഒരുപാട് ആളുകൾ സുരക്ഷ ഉറപ്പാക്കാതെ തന്നെയാണ് മരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സിറ്റുവേഷനിൽ നമ്മളെ ഫയർഫോഴ്സിൻ്റെ അവരുടെ ഒരു സേവനം വേണ്ടി വരുന്ന അവസ്ഥകൾ വരുന്നുണ്ട്. മരം കയറി അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് അവരെ താഴെ ഇറക്കാനൊക്കെ. അതിനുവേണ്ടി നമ്മൾക്ക് സുരക്ഷിതമായി എങ്ങനെ മരം കയറാം എന്നുള്ളതിനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്ക് ഇനി ഒരു സെക്ഷൻ തിരിച്ച് 3 സെക്ഷനായി തിരിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകാം. ഒരു ടീമിനെ ജംഷീർക്കാക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ജംഷീർക്ക് ഇനി എന്താണ് ചെയ്യണമെന്ന് നമുക്കവിടെ നോക്കാം. അതുപോലെ ഒരു സെക്ഷൻ ജിനു. വെള്ളം ഇത് 2 കാലിൽ സെറ്റായിട്ട് വരുന്നതാണ്. ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഷൂവിൻ്റെ ഈ ഗ്യാപ്പിലാണ് നമ്മളിതിനെ കറക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മളെ കാലിൽ ടൈറ്റ് ആയിരിക്കുന്നതോ അത്രയും നമുക്ക് കംഫർട്ടായിരിക്കും ഉപയോഗിക്കാൻ. ഈ മുള്ളിലാണ് നമ്മൾ മരത്തിൽ പിടിച്ച് നിൽക്കുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കയറിപ്പോകാൻ കഴിയുന്നൊരു സംഭവമാണ്. ഇനി അടുത്തൊരു ഇത് വരുന്നത് നമുക്ക് ഈ റോപ്പിനെ കവർ ചെയ്ത് പോകലുണ്ട്. കാല് സ്റ്റഡി ആയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത് സ്ലിപ്പായി പോകത്തില്ല. എന്ത് കളിയിൽ ചെയ്ത് കുലുങ്ങിയാൽ നമ്മൾ സ്ലിപ്പായി പോകും. ഈ ഒരു സ്പൈക്കിനകത്ത് മാത്രം എൻ്റെ പിടുത്തം മൊത്തം കിടക്കും. വെച്ച് ടയർ നമുക്ക് ഈ കയ്യിലുള്ള കയറിനൊന്ന് ഫ്രീ കൊടുത്താൽ ഒന്ന് ഇറങ്ങി വരും. നമ്മൾ എവിടെ പിടിക്കുന്നോ നമുക്ക് അവിടെ നിൽക്കാം. ഇത് നമുക്ക് ഈ റോപ്പിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ കാലിൽ 2 എടുത്ത് വടത്തിനകത്ത് വേണം തൂങ്ങിക്കോ. വിട്ടോ? ഇല്ല, അതിനനുസരിച്ച് നമുക്ക് വേണം. സ്റ്റെപ്പ് വെച്ചോ. അടുത്തത്. അടുത്ത പോട്ടെ പോട്ടെ പോട്ടെ. ഏയ് കാല് ഒന്ന് പഞ്ച് ചെയ്ത് കയറിക്കോ. അയ്യോ 1 2 3 ഓക്കെ. ഒരു അല്പായ്വ. ഇതിനെ നമുക്ക്
പേടിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കമ്പുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതിൻ്റെതാണ്. നമുക്ക് ഈ സിറ്റുവേഷനിൽ ഇവിടെ ഇരിക്കേണ്ടി വന്ന് നമ്മളിവിടെ ഇരുന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു റെസ്ക്യൂൻ്റെ ആവശ്യത്തിന് ഇവിടെ ഇരുന്നാൽ ഇനി ഇവിടെ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു ഇത് വരാണ്. ജസ്റ്റ് നേരെ കാല് പുറകിലോട്ട് ഇവിടെ നിന്ന് നേരെ നമുക്കിതിനെ പൊന്തി കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ തിരിച്ച് കറക്റ്റ് നമ്മൾ അതിൽ തന്നെ ലോഡ് ചെയ്ത് വരും. ഇത് കോഴിക്കോട് നിന്ന് വന്നതാണ്. ജിനു ശങ്കർ. ഇത് കൊല്ലത്തുനിന്ന് വന്നതാണ് നമ്മുടെ ജംഷീർക്ക. അപ്പോൾ ഞങ്ങൾ വന്ന് ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രോഗ്രാം, അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ട്രെയിനിങ് തരാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമാണ്. ഇങ്ങനൊരു അവസരം കിട്ടിയത് തന്നെ ഞങ്ങൾ അഭിമാനിക്കുന്നൊരു സംഭവമാണ്. എന്താ ഈ ഒരു സംഭവം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ ഇത് നല്ല അച്ചടക്കത്തോടുകൂടി ഞങ്ങളുടെ ഇതെല്ലാം വീക്ഷിച്ച നിങ്ങളോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നാളെ നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷനിൽ അകപ്പെടുമ്പോൾ അത് ഉപകാരപ്പെട്ട അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് വിജയമാണ്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അപ്പം എന്തായാലും ഈ അവസരങ്ങൾ പരമാവധി എല്ലാവരും ഉപയോഗിക്കുക. നമ്മൾ എക്സ്പീരിയൻസ് ആക്കി വെക്കുക. ഇത് ഉപയോഗിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. നമുക്കറിയാം നമ്മുടെ ഫയർഫോഴ്സിൽ നമ്മൾ എക്സ്റ്റൻഷൻ ലാഡറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ഒരു ലിമിറ്റ് ഉണ്ട്. 35 അടി വരെയൊക്കെ നമുക്ക് അതിനകത്ത് മാക്സിമം പോകാനും റെസ്ക്യൂ വർക്ക് നടത്താനും പറ്റാറുള്ളൂ. നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള കൺസെപ്റ്റുമായിട്ട് വന്നു. അത് എങ്ങനെ അത് ഫലപ്രദമായി വിനിയോഗിക്കാം, അല്ലെങ്കിൽ ഏത് കാലാവസ്ഥയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വളരെ മികച്ച രീതിയിൽ നിന്ന് ക്ലാസ് എടുത്ത് തന്ന മുസ്തഫ സാറിനും അദ്ദേഹത്തിൻ്റെ കൊല്ലത്ത് നിന്ന് ജംഷീർ സാറ്, ബാക്കി എല്ലാവർക്കും, നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും, ട്രെയിനീസിൻ്റെ പേരിലും നമ്മുടെ ഫയർ ആൻഡ് അക്കാഡമിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്, നന്ദി അറിയിക്കണം. എന്തായാലേ സെറ്റായില്ലേ അവനെ ബാബാ ജംഷിനെ പിള്ളേരെ പഠിപ്പിച്ചിട്ട് വരുന്നേ. സാറ് പറഞ്ഞത് കേട്ടപ്പോഴേക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടിയൊരു സപ്പോർട്ട്. പിള്ളേരും സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങളും സാറ്റിസ്ഫൈഡ് ആണ്, വന്നെങ്കിലും സാറ്റിസ്ഫൈഡ് ആണ്, എല്ലാരും ഹാപ്പി. പക്ഷെ ചില പിള്ളേരൊക്കെ നമ്മൾ ഒരു വട്ടം പറഞ്ഞു കൊടുത്താലും അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നു. സെറ്റായിരിക്കും പറയണ്ട, ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് കണ്ടിട്ട് സാധനം സെറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അവർ അതാണ് ഒരു പ്രത്യേകത. ഇത് ഈ ഒരു അക്കാദമി, അതായത് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമി, അവിടെ വന്നിട്ട് നമ്മൾക്കൊരു ക്ലാസ് കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ വിളിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സെറ്റ്. ഒരു പരിധി വരെ അതിനൊക്കെ കാരണക്കാർ ഈ കാരണം നിങ്ങളും കൂടെ ഉണ്ട്. നിർബന്ധമാണ്. കാരണം ഓരോ ഷെയറും ഓരോ കമന്റും ഓരോ ലൈക്കും എല്ലാം മറ്റുള്ളവരിൽ എത്രകൊണ്ടാണ് നമ്മളിത് ഇവരിലേക്ക് എത്തിയത്. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ പോവല്ലേ ഇതല്ലേ? അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.